ഹായ് ഗായ്സ്, ഡെയിലി ബ്ലോഗിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. മലയാള സിനിമയുടെ പ്രതിസന്ധിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ തുടർന്ന് നടക്കുകയും അന്വേഷണങ്ങളും കാര്യങ്ങളും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഈ ഹേമ റിപ്പോർട്ടൊക്കെ വരുന്നതിന് മുമ്പ് പല സ്ത്രീകളും നമ്മൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ വ്ളോഗിൽ റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല. പല കാര്യത്തിൽ കാര്യമായ അന്വേഷണം ആരംഭം കുറിച്ചത് കാസ്റ്റിംഗ് കോച്ചിനെ കുറിച്ചായിരുന്നു. അതായത് ലൈംഗിക ആനുകൂല്യങ്ങൾ മലയാള സിനിമ വ്യവസായത്തെക്കുറിച്ച് ഹേമ കമ്മീഷൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. അതായത് ഓഗസ്റ്റ് 19 അപ്ഡേറ്റ് ചെയ്തത്. ജസ്റ്റിസ് ഹേമ ഫയൽ ഫോട്ടോ സ്ക്രീൻ ക്ലബ് മനോരമ ന്യൂസ്. മനോരമയിലാണ് ചെയ്തത്. തിരുവനന്തപുരം മലയാള സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ടൈറ്റ്. അപ്പോൾ ജനങ്ങൾ ചോദ്യം ചോദിക്കുന്നതും ജനങ്ങൾ ഇതിനെക്കുറിച്ച് ഉത്തരം തേടുന്നതും ഒരു പൗരൻ്റെ അവകാശം മാത്രമായിട്ടാണ്. ഈ ഒരു ഹേമ കമ്മിറ്റി വന്നത് കേരളത്തിനും മറ്റു മേഖലകളിലുള്ള താരങ്ങൾക്കും നല്ലതാണെന്നല്ലേ എല്ലാവരും പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കലാകാരന്മാരോട്, അതായത് നടിമാരോടായി ആരോട് ചോദിക്കുമ്പോഴും അവർ ക്വസ്റ്റ്യൻസിനെ ഭയക്കുന്നത്? അതായത് നമ്മളല്ലല്ലോ ഈ ഇഷ്യൂ ഉണ്ടാക്കിയത്. ജനങ്ങളൊക്കെ പെട്ടുപോകുന്നവരല്ലേ. അപ്പോൾ ആ പെട്ടുപോകുന്നവർക്ക് പരിഹാരമാണ് ഹേമ കമ്മിറ്റി. ഇനി അങ്ങോട്ടുള്ള കാലങ്ങൾ നമ്മൾ ഇത്തിരി സൂക്ഷിച്ച് നടക്കും എന്നൊക്കെ നമുക്ക് പ്രത്യാശിക്കാം. നമുക്ക് അതിൻ്റെ ഒരു ക്ലിപ്പ് നമ്മൾ ഇതിലെടുത്തിട്ടുണ്ട്. അതായത് ഈ ഹേമ റിപ്പോർട്ടിൻ്റെ പരാതികൾ വന്ന പല കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പല നടിമാരുടെ അവരുടേതായ അഭിപ്രായങ്ങൾ നമ്മൾ ഇതിലിടുന്നുണ്ട്. പിന്നെ അറിയാലോ, സംവിധായകൻ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ സംസാരങ്ങൾ ഫോണിൽ ഉണ്ടായിട്ടുണ്ട്. ഓഫറുകൾ ഒരുപാട് ധാരാളം വരുമായിരുന്നു. എന്നിട്ട് ഇതിന്റെ അവസാനം വരുമ്പോൾ ഒരു പോയിന്റ് ഉണ്ട്, കോംപ്രമൈസ്. ഒരുപാട് നല്ല വിഷയങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട്. ഇയാള് രാത്രി ഒരു 2 മണി 1 മണി ആയി കഴിഞ്ഞാൽ വന്ന് വാതിൽ നോക്കി. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. കാസ്റ്റിംഗ് കൗച്ചിൽ എന്തൊക്കെയാണ് നടക്കാറുള്ളത്? സിനിമയിലെ പാക്കേജ് എന്ന് വെച്ചാൽ എന്താണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് ഇന്ത്യൻ സിനിമാ വ്യവസായത്തെ തങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങൾ വെളിപ്പെടുത്തിയ നടിമാർ ആരൊക്കെയാണ്? 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. 290 പേജുകളുള്ള ഈ റിപ്പോർട്ടിൽ ഏതാണ്ട് 80 പേജുകളും തിരുത്തപ്പെട്ടിരുന്നു. 55 പേജുകൾ സെക്ഷൽ ഹരാസ്മെന്റുകളെയും ആക്രമണങ്ങളെയും കുറിച്ച് സ്ത്രീകൾ നടത്തിയ നിവേദനങ്ങളായിരുന്നു. എന്നാൽ ലൈംഗിക അതിക്രമത്തിനിരയായവരുടെ പേരുകൾ പറയാൻ കഴിയില്ല എന്നതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. സ്ത്രീകളുടെ പേരുകൾ മറച്ചുവെച്ചാൽ പോലും ഈ സ്ത്രീകളും പുരുഷന്മാരും ആരാണെന്ന് കണ്ടെത്താൻ ജനങ്ങൾക്ക് വളരെ എളുപ്പമാണ്. കാരണം അവർ നൽകിയ ഡീറ്റെയിൽസ് ഇത് വ്യക്തമാക്കും. മലയാള സിനിമയിൽ മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നത്. ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലും ഹോളിവുഡിലും എല്ലാം ഈ പ്രശ്നങ്ങളുണ്ട്. കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ഇതിനു മുമ്പ് ധാരാളം നടിമാർ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നിരുന്നു. സിനിമാ മേഖലയിൽ നിന്ന് അവർ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ ഏതാനും ചില നടിമാരെയും അവരുടെ വെളിപ്പെടുത്തലുകളെയും ഒപ്പം കാസ്റ്റിംഗ് കൗച്ചിന്റെ മുഴുവൻ കാര്യങ്ങളെയും കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വീഡിയോ കാണൂ. എല്ലാവർക്കും ഫെമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 1910 കാലഘട്ടം മുതലാണ് കാസ്റ്റിംഗ് കൗച്ചിന് തുടക്കമിട്ടത്. അമേരിക്കൻ എന്റർടൈൻമെന്റ് മേഖലയിലെ സ്റ്റുഡിയോ സംവിധാനത്തിന്റെ തുടക്കത്തോടെയായിരുന്നു അവസരങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന കാസ്റ്റിംഗ് കൗച്ച് ആരംഭിച്ചത്. ഇന്ന് അമേരിക്കയിൽ കാസ്റ്റിംഗ് കൗച്ച് നിയമവിരുദ്ധമാണ്. പ്രായപൂർത്തിയായവരും പ്രായപൂർത്തിയാകാത്തവരുമായി സിനിമാ മോഹവുമായി നടക്കുന്ന ധാരാളം പെൺകുട്ടികളുണ്ട്. നന്നായി അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിലും
പലർക്കും അഡ്ജസ്റ്റ്മെന്റുകളുടെ പേരിൽ അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ചിലപ്പോൾ സംവിധായകർ, ചിലപ്പോൾ നിർമ്മാതാവ്, ചിലപ്പോൾ നായകൻ, അതുമല്ലെങ്കിൽ ഒന്നിലധികം പേർ അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് അവരെ ദുരുപയോഗത്തിന് ഇടയാക്കാറുണ്ട്. പേടിച്ചിട്ടോ അവസരങ്ങൾ നഷ്ടപ്പെടും എന്ന് കരുതിയിട്ടോ പലരും അപ്പോൾ അത് പുറത്തു പറയാറില്ല. എന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പലരും അവർക്ക് നേരിട്ട ദുരനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയോ മാധ്യമ ഇന്റർവ്യൂകളിലൂടെയോ ഒക്കെ പുറം ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. തങ്ങൾക്കുണ്ടായ ദുരനുഭവം ഇനി മറ്റൊരാൾക്കും ഉണ്ടാകരുതെന്ന് കരുതിയാണ് പലരും അതിന് തയ്യാറാകുന്നത്. സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ നടന്മാർക്കും നടിമാർക്കുമൊക്കെ മാനേജർമാർ ഉണ്ടാകും. എന്നാൽ പുതുമുഖങ്ങൾക്ക് മാനേജർമാർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പലരും അവരെ നേരിട്ട് വിളിച്ച ശേഷം നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണെങ്കിൽ അവസരങ്ങൾ നൽകാം എന്നാണ് പറയാറുള്ളതെന്ന് ഒരിക്കൽ ഒരു സിനിമാ താരം ഗായത്രി റിമ പറഞ്ഞിരുന്നു. അവർ വളരെ ഓപ്പണായിട്ട് തന്നെ ചോദിക്കുമെന്നും ചിലർ ഒരിക്കലും അവരെ നിർബന്ധിക്കില്ലെന്നും പക്ഷേ വിസമ്മതിച്ചാൽ ആ പ്രോജക്റ്റ് നഷ്ടമാകുമെന്നും നടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിനിമയില്ലാതെ ഇരിക്കുന്ന അവസരത്തിലായിരിക്കും ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടം തേടിയെത്തുന്നത്. എന്നാൽ ഒപ്പം ഒരു കണ്ടീഷനും ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ഈ പടം വിട്ടുകളയണോ എന്ന് ചിന്തിക്കും. വലിയ നടിമാരെല്ലാം ഇതെല്ലാം കഴിഞ്ഞാണ് വന്നതെന്നും അവരെ റോൾ മോഡൽ മാത്രമാക്കി വെച്ചിരുന്നാൽ പോരെന്നും അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നിങ്ങളും അനുഭവിക്കണം എന്നുമൊക്കെ വിളിക്കുന്നവർ പറയും. എന്നാൽ വലിയ നടികളെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിർമ്മാതാക്കളാണ് തന്നോട് പറയുന്നതെന്നും അല്ലാതെ നടിമാരൊന്നും തന്നോട് വന്ന് ഒന്നും പറഞ്ഞിട്ടില്ല എന്നും ഗായത്രി പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല തന്റെ സിനിമാ ജീവിതത്തിനിടയിൽ 95% പേരും അഡ്ജസ്റ്റ്മെന്റിനു വേണ്ടി നിർബന്ധിക്കുന്നവരാണ്. 5% പേർ മാത്രമാണ് നല്ലവരായിട്ടുള്ളതെന്നും താരം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രമുഖ താരങ്ങളുടെ സിനിമയിൽ അവസരം കൊടുക്കാം എന്ന് പറയുമ്പോൾ പലരും പ്രലോഭനങ്ങൾക്ക് വഴങ്ങേണ്ടി വരും. കാരണം അവർക്ക് അത് നല്ലൊരു തുടക്കമായിരിക്കും എന്ന് കരുതിയിട്ടാകും. ഒരു പ്രമുഖ തമിഴ് കാസ്റ്റിംഗ് ഡയറക്ടർ മനോജ് കൃഷ്ണ ഒരിക്കൽ സിനിമയിൽ 2 തരത്തിലുള്ള കാസ്റ്റിംഗ് ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള അവസരങ്ങൾ കിട്ടുന്നതും മറ്റൊന്ന് ഒന്നും ചെയ്യാതെ തന്നെ അവസരങ്ങൾ കിട്ടുന്നതും. പ്രശസ്ത സംവിധായകരുടെ സിനിമയിൽ അവസരങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാസ്റ്റിംഗ് പോസ്റ്ററുകളൊക്കെ വരാറുണ്ട്. എന്നാൽ അതിൽ പലതും വ്യാജമാണ്. നല്ല രീതിയിൽ സിനിമ ചെയ്യുന്നതിനു വേണ്ടി ഒരു നിർമ്മാതാവ് വന്നാൽ പോലും ആ പെൺകുട്ടി അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണ്, ഒരു വേഷം കൊടുക്കൂ എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് പണം തട്ടുന്നവരുണ്ട്. പലപ്പോഴും ആ സിനിമ പുറത്തിറങ്ങാറ് പോലുമില്ല. പ്രൊഡ്യൂസറിന്റെ പണം നഷ്ടമാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. കാസ്റ്റിംഗ് വേളയിൽ നടിമാർക്ക് പലതരത്തിലുള്ള ദുരനുഭവങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. അവരോട് അസഭ്യങ്ങൾ ചോദിക്കുന്നവരുമുണ്ട്. ടെലിവിഷൻ വ്യവസായത്തിൽ പ്രവർത്തിച്ചിരുന്ന സുർവീൻ ചൗള എന്ന നടി സിനിമയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ആദ്യ സിനിമയുടെ മീറ്റിംഗിൽ വെച്ച് നടിയോടൊരാൾ അസഭ്യം പറഞ്ഞിരുന്നു. 56 കിലോ ഭാരമുള്ള നടിക്ക് സിനിമയിൽ എങ്ങനെ അഭിനയിക്കാൻ കഴിയുമെന്നും മാറിടം എങ്ങനെയുണ്ടെന്നും കാലുകൾ എങ്ങനെയാണ് എന്നും അരക്കേട്ടിന്റെ വലിപ്പം എന്താണെന്നും ഒക്കെ അയാൾ ചോദിച്ചതായി നടി വെളിപ്പെടുത്തിയിരുന്നു. അവളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെയും ഇഞ്ചറിയാൻ അയാൾ ആഗ്രഹിച്ചതായി നടി പറഞ്ഞിട്ടുണ്ട്. മിക്ക യുവ നടിമാരും നേരിടുന്ന ഒരു പ്രശ്നമാണിത്. ചിലർ അവരുടെ ശരീരഭാഗങ്ങളുടെ ഫോട്ടോകൾ ആവശ്യപ്പെടും. സിനിമയിലെ കഥാപാത്രത്തിന് വേണ്ടിയാണ് അതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പല ഫോട്ടോകളും ആവശ്യപ്പെടുന്നത്. എന്നാൽ സത്യാവസ്ഥ മനസ്സിലാക്കുന്നവർ അതിൽ നിന്ന് അപ്പോൾ തന്നെ പിന്തിരിയാറാണ് പതിവ്. പെൺകുട്ടികളുടെ പ്രായം പോലും കണക്കിലെടുക്കാതെയാണ് പലരും അസഭ്യങ്ങൾ പറയുന്നതും കൂടെ കിടക്കാൻ നിർബന്ധിക്കുന്നതും. ചക്കപ്പഴം എന്ന ടെലിവിഷൻ ഷോയിലൂടെ ശ്രദ്ധേയായ ശ്രുതി രജനീകാന്ത് ആസിഫ് അലിയോടൊപ്പം കുഞ്ഞൽദോ എന്ന ചിത്രത്തിൽ വേഷമിട്ടിരുന്നു. +2 കഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു അത്. ആ സമയത്ത് നടിക്ക് തമിഴിൽ അഭിനയിക്കാൻ ഒരവസരം കിട്ടി. സിനിമയുടെ പൂജയും ഫോട്ടോഷൂട്ടും കഴിഞ്ഞ ശേഷം ഒരാൾ ശ്രുതിയോട് സിനിമയിൽ അഭിനയിപ്പിക്കണമെങ്കിൽ കൂടെ കിടക്കണം എന്ന് പറഞ്ഞതായി നടി വെളിപ്പെടുത്തിയിരുന്നു. നമ്മുടെ പാഷന് വേണ്ടി ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുതെന്നും നടി പറഞ്ഞിരുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ചിറങ്ങുമ്പോൾ ഇത്തരത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാകും. ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ചിലർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. എന്നാൽ അങ്ങനെ വിട്ടുവീഴ്ചകൾ ചെയ്താൽ പോലും അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അടുത്തിടെ ഒരുപാട് യുവനടിമാർ തങ്ങൾക്ക് അവസരം നൽകാമെന്ന് പറഞ്ഞ് ശാരീരികമായി ഉപദ്രവിച്ച ശേഷം അവസരം നിഷേധിച്ചതായി വെളിപ്പെടുത്തിയിരുന്നു. മലയാളത്തിലെ പല പ്രമുഖ താരങ്ങൾക്കെതിരെയും സംവിധായകർക്കെതിരെയും വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ആസിഫ് അലിയുടെ കക്ഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിൽ വേഷമിട്ട നടി ഷിബ്ലയോട് മലയാളത്തിലെ ഒരു അറിയപ്പെടുന്ന സംവിധായകൻ എപ്പോഴാണ് ഭോഗിക്കുന്നതെന്ന് മുഖത്ത് നോക്കി ചോദിച്ചതായി വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളം സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഇല്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് താരം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫേക്ക് ആയിട്ടുള്ള കാസ്റ്റിംഗ് കോളുകളും ഓഡിഷനുകളും ഒക്കെ നടക്കാറുണ്ട്. അതുപോലെ ഒരു ഫേക്ക് ഓഡിഷനിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ ദുരനുഭവം സാറ്റർഡേ നൈറ്റ് എന്ന സിനിമയിൽ വേഷമിട്ട മാളവിക ശ്രീനാഥ് വെളിപ്പെടുത്തിയിരുന്നു. ഒരു മുറിയിൽ വെച്ച് അരമണിക്കൂറോളം ഓഡിഷൻ നടന്ന സമയത്ത് മുടി നേരെയാക്കി വരാനായി നടിയെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പറഞ്ഞുവിട്ടു. നടി മുടി ചീകിക്കൊണ്ട് നിന്നപ്പോൾ തൊട്ടു പിന്നാലെ അയാൾ റൂമിലെത്തി നടിയെ കടന്നുപിടിച്ചു.
മാളവിക മനസ്സ് വയ്ക്കുകയാണെങ്കിൽ അടുത്ത ചിത്രത്തിൽ മഞ്ജു വാര്യരുടെ മകളായി വേഷമിടാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തു. ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാളുടെ കയ്യിലിരുന്ന ക്യാമറ തട്ടി നിലത്തിടാൻ ശ്രമിച്ച ശേഷം നടി അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. മാളവികയുടെ അമ്മയും സഹോദരിയും പുറത്ത് കാത്തിരുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് എന്നോർക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ മാളവിക ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങി. എന്നാൽ 10 വർഷങ്ങൾക്ക് മുമ്പ് താൻ സിനിമയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഇതെന്നും ഇപ്പോൾ നടക്കുന്ന വിഷയവുമായി ഇതിന് യാതൊരു ബന്ധമില്ലെന്നും നടി ഇതിനെതിരെ പ്രതികരിച്ചു. ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം പാക്കേജ് എന്നൊരു വാക്ക് മലയാള സിനിമാ വ്യവസായത്തിലുണ്ട് എന്നതാണ്. ഇതിനെക്കുറിച്ചൊരിക്കൽ പ്രമുഖ സിനിമാ താരം ഹിമ ശങ്കർ വെളിപ്പെടുത്തിയിരുന്നു. ബെഡ് വിത്ത് ആക്ടിംഗ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പാക്കേജിന് തയ്യാറായാൽ അവസരങ്ങൾ നൽകാമെന്ന് പറഞ്ഞു ഒരുപാട് പേർ തന്നെ സമീപിച്ചതായി നടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലും മോശമായ കാര്യം നടിമാർക്ക് മാത്രമല്ല നടന്മാർക്കും കാസ്റ്റിംഗ് കൗച്ച് അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നതാണ്. കിടക്ക പങ്കിടുമോ എന്ന് ചോദിച്ചുകൊണ്ട് ചില നിർമ്മാതാക്കൾ തന്നെ നേരിട്ട് വിളിച്ചിട്ടുള്ളതായി ഒരു ബോളിവുഡ് മോഡലും നടനുമായ ആശിഷ് വെളിപ്പെടുത്തിയിരുന്നു. സിനിമയിൽ അവസരങ്ങൾ കിട്ടണമെങ്കിൽ തങ്ങൾക്കൊപ്പം ഉറങ്ങണമെന്ന് ചില സ്ത്രീകളും പറഞ്ഞിരുന്നു. ചിലർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മോശമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അവരുടെയൊന്നും പേരുകൾ വെളിപ്പെടുത്താനാകില്ലെന്ന് ആശിഷ് പറഞ്ഞിരുന്നു. ബോളിവുഡിലെ പ്രമുഖരായ നിരവധി താരങ്ങൾ ഈ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. രൺബീർ സിംഗ്, ആയുഷ്മാൻ ഖുറാന തുടങ്ങിയവരെല്ലാം സിനിമയിൽ മോശം അനുഭവം നേരിട്ടവരാണ്. പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ധാരാളം നടന്മാർ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാസ്റ്റിംഗ് കൗച്ചുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയിൽ കാണാറുള്ള പല കാസ്റ്റിംഗ് കോളുകളും ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെയും പേരിൽ ഉള്ളതായിരിക്കില്ല. വ്യക്തമായ ഒരു അഡ്രസ് പോലും ഇല്ലാതെയാണ് പല കാസ്റ്റിംഗ് കോളുകളും വരുന്നത്. പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ഇത്തരം ഫേക്ക് കാസ്റ്റിംഗ് കോളുകൾക്ക് പലരും തലവെച്ചു കൊടുക്കാറുണ്ട്. മിക്ക ഓഡിഷനുകളിലൂടെയും പണം നഷ്ടപ്പെട്ട ധാരാളം പേരുണ്ട്. ചിലർക്ക് പണമാണെങ്കിൽ മറ്റു ചിലർക്ക് ലൈംഗിക അതിക്രമണമാണ് നേരിടേണ്ടി വരുന്നത്. മിക്ക ഓഡിഷനുകളും ഏതെങ്കിലും ഹോട്ടൽ മുറികളിൽ വെച്ചോ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ചോ ഒക്കെയായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഓഡിഷനുകളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് പോകാതെ ഒപ്പം ആരെയെങ്കിലും കൂടെ കൂട്ടണം. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഓരോ ദിവസവും ഓരോരോ നടന്മാരുടെ പേരുകളാണ് വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം നടിമാർ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് വേണമല്ലോ, നമുക്കത് പറയാം. മലയാള സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കാസ്റ്റിംഗ് കോച്ച് മലയാള സിനിമാ വ്യവസായത്തിൽ ഒരു പ്രധാന വിഷയമായി തുടരുന്നു. ഇത് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിലേക്ക് നയിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. യെസ്, സ്ത്രീകളുമായ കാര്യവുമാണത്. സത്യത്തിൽ ഇത് സ്ത്രീകളുടെ കാര്യം മാത്രമല്ല, പുരുഷ ലൈംഗികവും ചൂഷണപ്പെടുന്നുണ്ട്. ഒക്കെ ചോദിച്ച് നടക്കുന്ന സമയം പിന്നെ ചെറിയ രീതിയിൽ ട്രെയിനിങ് പരിപാടിയൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പം പുള്ളി എൻ്റെ കുറേയായിട്ട് കോൺടാക്ട് ഉണ്ട്. മൊബൈലിൽ നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ, എന്തായാലും വിളിച്ച് ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസരം ഉണ്ടോ എന്നിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമല്ലോ. അങ്ങനെ ഒരു ദിവസം ഞാൻ അപ്പം കലൂരാണ് താമസം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുള്ളിനെ ഞാൻ വിളിക്കുന്നത്. ഒരു പടത്തിൻ്റെ ഡീറ്റെയിൽ ഇത് കണ്ടപ്പം, അനൗൺസ്മെൻറ്റ് കണ്ടപ്പോൾ ഞാൻ പുള്ളിനെ വിളിക്കുന്നു. പുള്ളിനെ വിളിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു, ചേട്ടാ എനിക്കൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി പറ്റുമോ? കാരണം നമ്മൾ ഈ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഫോണിലൂടെ ചാൻസ് ചോദിക്കുന്നത് ഇഷ്ടമല്ല. നേരിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. എനിക്ക് ടെക്സ്റ്റ് അയക്കും അല്ലെങ്കിൽ ഒന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കും. വേണ്ടി വിളിച്ചതിന് ശേഷം നമ്മൾ നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെയാണ് ചാൻസ് ചോദിക്കുന്നതിൻ്റെ ആദ്യ ഘട്ടം എന്നുള്ളൊരു ഞാൻ പോകുന്നൊരു വഴി. അങ്ങനെ പുള്ളി വിളിച്ചിട്ടാണ് ഞാൻ എന്നോട് ചോദിച്ചു എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, കലൂരുണ്ട്, എന്നാൽ നീ ഇങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഫ്ലാറ്റിലോട്ട് പോയി. ഫ്ലാറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ 2 സോഫയിൽ ഇപ്പം നമ്മളിരിക്കുന്ന പോലെയല്ല, ഓപ്പോസിറ്റാണ് പുള്ളി ഇരിക്കണേ. അപ്പം ഇങ്ങനെ സിനിമയുടെ കാര്യം ഇങ്ങനെ നടക്കുന്നുണ്ട്, എല്ലാം ഓണായി വരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കെന്തെങ്കിലും പറ്റിയൊരു സംഭവം ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് പരിപാടിയൊക്കെ എനിക്ക് തരാമോ എന്നുള്ള രീതിയിൽ ചോദിക്കും. കാരണം ആ സമയങ്ങളിലൊക്കെ ഞാൻ ഓഡീഷന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പുള്ളി കിച്ചണിലേക്ക് പോയി. ഞാൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ പിന്നെ ഈ ഇപ്പം നിങ്ങളെൻ്റെ അടുത്തിരിക്കുന്ന നമ്മൾ വേറെ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വേറെ രീതിയിൽ. പുള്ളി മറ്റേ നമ്മളെ മഞ്ഞ കളർ ടാങ്ക് കലക്കിയിട്ട് കൊണ്ടുവന്നു. പുള്ളി എൻ്റെ തൊട്ടിപ്പുറത്ത് വന്നിരുന്നു. ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ വന്നിരുന്നു. ഞാൻ അപ്പുറത്തിരിപ്പുണ്ട്. എന്നിട്ട് പുള്ളി ചോദിച്ചു, നവജിത്തെ സിനിമ അറിയാമല്ലോ, സിനിമ എങ്ങനെയാണെന്നറിയാമല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ തുടക്കമാണ് ഇങ്ങനെ ചാൻസ് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 2-3 സിനിമയിലൊക്കെ അഭിനയിച്ചു. ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഇങ്ങനെ അഭിനയിച്ചു. അപ്പം പുള്ളി
പതി എൻ്റെ കയ്യിലിങ്ങനെ തൊടയിലിങ്ങനെ കൈ വെച്ചിട്ട് പറഞ്ഞു, നിനക്കൊരവസരം തന്നാൽ എനിക്കെന്താണ് ലാഭം എന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്ന് ആലോചിച്ചത്, എന്താണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? ഒന്നിക്കിൽ പുള്ളി ഉദ്ദേശിക്കുന്നത്, എൻ്റെ മനസ്സിലുള്ള ഒന്നിക്കിൽ പുള്ളി ഉദ്ദേശിക്കുന്ന പൈസ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള പിന്നെ അല്ലെങ്കിൽ എനിക്കറിയുന്ന ഒരുപാട് ലേഡീസ് സുഹൃത്തുക്കൾ പിന്നെ എന്നോട് എന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, ഭയങ്കര കഷ്ടം തോന്നുന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അനുഭവമുണ്ട്, വേറെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ പുള്ളിയോട് പറഞ്ഞു, പൈസയാണെങ്കിൽ എൻ്റെ കയ്യിലില്ല, പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു പെണ്ണിനെ ഇതാക്കാൻ എനിക്ക് അങ്ങനത്തെ കോൺടാക്റ്റും ഇല്ല, അങ്ങനെ കോൺടാക്റ്റ് നിൽക്കുന്ന ഒരാളും അല്ല ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, നിനക്കൊരവസരം തന്നാൽ എനിക്കെന്താണ് പേഴ്സണലി ലാഭം എന്നുണ്ട്. ഇയാളുടെ കൈമല്ലേ അങ്ങോട്ട് പോയി ഒറ്റപ്പിടുത്തം പിടിച്ചു. പിടുത്തം പിടിച്ചപ്പോൾ ഞാൻ കൈ എടുക്കാൻ വേണ്ടി പറഞ്ഞു, കൈ പിടിച്ച് മാറ്റി. പിന്നെ പുള്ളിക്കാരൻ ഇതൊക്കെ സിനിമയിൽ സർവ്വസാധാരണമാണെന്ന് പറഞ്ഞു. ഇയാൾ കയറി പിടിച്ചപ്പോൾ ഞാൻ കൈ എടുക്കുന്നു പറഞ്ഞപ്പോൾ ഇയാൾ കൈ വിടുന്നില്ല. പിന്നെയും ഇയാൾ അവിടെ പിടിച്ചിങ്ങനെ തിരിച്ചു കൊടുക്കുക. ഞാൻ കൈയും തട്ടി എഴുന്നേറ്റ് ചള്ള നോക്കി 2 കൊടുക്കും ചെയ്ത് നെഞ്ചിനൊരു ചവിട്ടും കൊടുത്തു. പുള്ളി എന്തായാലും മറക്കൂല അത് കഴിഞ്ഞ് എനിക്ക് ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് പേടിയായിപ്പോയി. കാരണം വെച്ചാൽ നമ്മൾ തുടക്കക്കാരനാണ്, പിന്നെ ഇനിയും അവസരം കിട്ടണം. ഇയാളാണെങ്കിൽ ഒരു പ്രമുഖ സംവിധായകരുമാണ്, പടങ്ങളൊക്കെ ചെയ്ത ഒരാളുമാണ്. അപ്പം എനിക്ക് ആകെ ഒരു പേടിയായിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. ചൂഷണമെന്ന് പറയുമ്പോൾ ആൺ പെണ്ണെന്നല്ല, 2 പേരും ഈ ലൈംഗിക പ്രശ്നത്തിൽ പെടുന്നവരുണ്ട്. അതിൻ്റെ ക്ലിപ്പൊക്കെ സീക്രട്ട് റണ്ണനൊക്കെ അയക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിയാണ്, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പെണ്ണുങ്ങൾ മാത്രമല്ല ചൂഷണത്തിൽ പെട്ടുപോകുന്നത്, ആൺവർഗങ്ങളും ഈ കാര്യത്തിൽ പെട്ടുപോകുന്നു എന്നത് നിസ്സാരമായൊരു കാര്യമല്ല. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ചൂഷണം ചെയ്യുന്നതിൽ നയിക്കുന്നതാണ് റിപ്പോർട്ട് വന്നത്. അപകടകരമായ അസമത്വവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന തൊഴിലവസരങ്ങൾക്ക് പകരമായി ലൈംഗിക ആനുകൂല്യങ്ങൾ പലപ്പോഴും ആവശ്യപ്പെടുന്നതായി പല സ്ത്രീകൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാസ്റ്റിംഗ് കൗച്ചിന്റെ പ്രശ്നം സിനിമാ വ്യവസായത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നും അത് പ്രൊജക്റ്റ് ചെയ്യുന്നതെല്ലാം ഒരു മുഖ്യ മുദ്ര മാത്രമാണെന്നും റിപ്പോർട്ട് പറയുന്നു. സിനിമയിൽ അവസരങ്ങൾക്കായി വിട്ടുവീഴ്ച ചെയ്യാൻ ആവശ്യപ്പെട്ടതായി നിരവധി താരങ്ങൾ മൊഴി നൽകിയിരുന്നു. ഇതിൽ നിരവധി താരങ്ങളാണ് ഈ അമ്മ സംഘടനക്കും, അതായത് ഈ ഹേമ റിപ്പോർട്ടിൽ മൊഴിയിൽ നിരവധി നടി താരങ്ങൾമാരാണ് ഇതിനായി രംഗത്ത് വന്നിട്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിലുള്ളവർ പോലും, ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവർ പോലും പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പം താരങ്ങളാണ് മൊഴി നൽകിയിരിക്കുന്നത്. മലയാള സിനിമ ക്രിമിനലുകളാണ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇൻഡസ്ട്രിയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശരിയാണ് വെക്കുന്നത്. വനിതാ താരങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ നിർബന്ധിക്കുന്നതും സംവിധായകരും നിർമ്മാതാക്കളുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തരം ആവശ്യങ്ങളോട് യോജിക്കുന്നവരോ സഹകരിക്കുന്നവരോ കലാകാരന്മാർ എന്ന് മുദ്ര കുത്തും. യെസ്, കലാകാരന്മാർ തന്നെയാണ് ഇതിന് മുദ്ര കുത്തിയിരിക്കുന്നത്. ഇവരാണ് ഇത് ചെയ്യുന്നതും. ദിലീപ് തൊട്ട് ഈ 15 സംഘങ്ങൾ, അതായത് വിവാദങ്ങളിൽപ്പെട്ടവർ, ഇവർക്ക് ഇതിൽ പങ്കുണ്ട്. ഇല്ല എന്ന് പറയാൻ എങ്ങനെ ഇവർക്ക് പറ്റും? ഇവർ എന്തുകൊണ്ട് അമ്മ പിരിച്ചുവിട്ടു എന്നതിൻ്റെയും സത്യമാണ്. സത്യാവസ്ഥ ഇവർക്കൊരിക്കലും തെളിയിക്കപ്പെടാൻ പറ്റില്ല, തെളിയിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ചില മാറ്റങ്ങൾ ഇതിന് നമുക്കിങ്ങനെ നൈസായി ഒഴിവാകാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നു. 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പുറത്തുവന്ന റിപ്പോർട്ടിൽ മലയാള ചലച്ചിത്ര മേഖലയിൽ ഇരകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ പീഡനങ്ങളുടെ വിവരങ്ങളും നെട്ടലയോടാണ് കേട്ടത്. വളരെ നെട്ടിയാണ് നമ്മളും ഈ റിപ്പോർട്ട് കേട്ടത്. 235 പേജുകൾ റിപ്പോർട്ടിൽ സംക്ഷിപ്ത പതിപ്പ് തിങ്കളാഴ്ച ഉച്ചക്ക് 2:30 ശേഷം പുറത്തിറങ്ങി. 2:30 ഉച്ചക്കാണ് ഇത് പുറത്തിറക്കി. സിനിമയിൽ സ്ത്രീകൾ ഒറ്റയ്ക്ക്
ജോലിക്ക് പോകുന്നതും പലപ്പോഴും സുരക്ഷിതയല്ല തോന്നാറുണ്ട്. ലൈംഗിക ആവശ്യങ്ങൾ സാധാരണയായി തൊഴിലവസരങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇത് മറ്റ് തൊഴിലുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാകുന്ന നിരവധി സാക്ഷ്യപത്രങ്ങൾ വെളിപ്പെടുത്തുന്നു. ടീച്ചിങ്, മെഡിസിൻ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലയിലെ സ്ത്രീകൾ അത്തരം വ്യവസ്ഥകളിൽ വിധേയമാകുന്നില്ല. ഈ ജോലികൾക്കായി ഒരാളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും അഭിമുഖത്തിൽ വിജയിക്കുകയും ചെയ്യുന്നത് സാധാരണയായി തൊഴിൽ ഉറപ്പാക്കാൻ മതിയാകും. എന്നിരുന്നാലും സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കോച്ച് ആശങ്കാജനകമായ ഒരു യാഥാർത്ഥ്യം തുടരുന്നു റിപ്പോർട്ട് നിരീക്ഷിച്ചു. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഒരു നിരീക്ഷണത്തിൽ വരാൻ സാധിച്ചത്. അപ്പോൾ ഇത്രയും ദുർബലമായ മലയാള സിനിമയുടെ വീഴ്ച, പതനം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ വളരെ കെയർഫുള്ളായി മാത്രം കൊണ്ടുകിടന്ന അഡ്ജസ്റ്റ്മെൻറ്റും, അതായത് പുരുഷന്മാർക്കും ഇതിൽ ഒരിക്കലും, പുരുഷനും ഇവിടെ സംരക്ഷകരല്ല. സുരക്ഷിതത്വനായി മാതാപിതാക്കളെ ജോലിക്ക് കൊണ്ടുവരുന്നു. സിനിമ ജോലി ചെയ്യുന്ന പല സ്ത്രീകളും ലൈംഗിക ആവശ്യങ്ങൾ, പീഡനങ്ങൾ ഭയന്ന് മാതാപിതാക്കളോ അടുത്ത ബന്ധുക്കളെയോ ജോലിക്ക് കൊണ്ടുവരാറുണ്ട്. ഈ സ്ത്രീകൾ ജോലിസ്ഥലത്തും അവർക്കായി ക്രമീകരിച്ചിരിക്കുന്ന താമസസ്ഥലത്തും ഞങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കക്കുലരാണ്. അസ്വസ്ഥജനകമായ വ്യവസായത്തിൽ നിന്നുള്ള പുരുഷരുടെ റിപ്പോർട്ടുകൾ ഉയർന്നിട്ടുണ്ട്. പലപ്പോഴും മദ്യപിച്ച് സ്ത്രീ കലാകാരന്മാർ താമസിക്കുന്ന ഹോട്ടൽ വാതിലിൽ സ്ഥിരമായി മുട്ടുന്നത് ഇത് വലിയ ദുരന്തമുണ്ടാക്കും. അതൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ്. സ്ത്രീകളെ ഇത്തിരിയെങ്കിലും ബഹുമാനിക്കണം, ഇത്രയൊക്കെ ഇതാക്കണമെന്നൊക്കെ പറയുന്ന കലാകാരന്മാർ തന്നെ ഇത്തരത്തിലൊക്കെ ചെയ്തു കൂട്ടിയാൽ ഇതിനൊക്കെ എന്താ പറയുക? അതാണ് നമ്മളൊക്കെ മനുഷ്യഗണത്തിൽ കൂട്ടുകയില്ല ഒരാളും. നമ്മളെയൊക്കെ പ്രവൃത്തി ദോഷമാണ്. നമുക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഈ മഹാദുരന്തം സംഭവിക്കുന്നത്? വാതിൽ മുട്ടിയാൽ ശല്യം അവസാനിക്കുന്നില്ല. ചില സന്ദർഭങ്ങളിൽ പുരുഷന്മാർ മുറിയിൽ കയറാൻ ശ്രമിച്ചു. ഇത് പല സ്ത്രീകളും ഒറ്റയ്ക്ക് താമസിക്കുന്നതും ഒഴിവാക്കാനും ജോലിസ്ഥലത്ത് തങ്ങളുടെ സുരക്ഷ ഭയന്ന് സംരക്ഷണത്തിനായി കുടുംബങ്ങളുടെ സാന്നിധ്യത്തിൽ ആശ്രയിക്കാനും പ്രേരിപ്പിച്ചു. സിനിമയിൽ സെക്സിന് അമിത പ്രാധാന്യത്തെക്കുറിച്ച് പല അഭിനേതാക്കളും ആവർത്തിച്ച് ആശങ്ക പ്രകടിപ്പിച്ചതായും ഇതിൽ ജോലിസ്ഥലം സുരക്ഷിതമല്ലാതാക്കുന്നതായും റിപ്പോർട്ടിൽ പറയും. സിനിമാ മേഖലയിൽ ലൈംഗിക അതിക്രമങ്ങൾ, പീഡനങ്ങൾ വ്യാപകമായിട്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ പോലീസിൽ അറിയിക്കാൻ സ്ത്രീകൾ പലപ്പോഴും മടിക്കുന്നു. കുറ്റകൃത്യങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ജോലിസ്ഥലത്ത് സ്ത്രീകളുടെ ലൈംഗിക തടയാൻ നിരോധനം പരിഹാരം നിയമം 2013 പോസ്റ്റ് ആക്ട് കീഴിൽ വരുന്നുണ്ടെങ്കിലും സിനിമയിൽ സ്ത്രീകൾ ഔപചാരികമായി പരാതി നൽകുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളെ ഭയപ്പെടുന്നു. അതിൻ്റെ ഇപ്പോൾ പരാതി കൊടുത്താൽ തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവർ ആശങ്കയിലാണ്. പോലീസിൽ പരാതിപ്പെടാൻ മടിക്കുന്ന സ്ത്രീകളുമുണ്ട്. എന്തുകൊണ്ട് പോലീസിൽ സഹായം തേടുന്നില്ല എന്ന ചോദ്യത്തിന് അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഒരു നടൻ അഭിപ്രായപ്പെട്ടു. ലൈംഗിക പീഡനത്തെ ചുറ്റിപ്പറ്റിയുള്ള കളങ്കവും നാണക്കേടും പ്രത്യേകിച്ച് പൊതു വ്യക്തികളിൽ പലപ്പോഴും സ്ത്രീകളെ സംസാരിക്കുന്നതിൽ നിന്ന് തടയുന്നു. സൈബർ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഭയവും പരിഹസവും ഇരകളെ മുന്നോട്ട് വരുന്നതിൽ നിന്ന് കൂടുതൽ നിരുത്സാഹപ്പെടുത്തുന്നു. ലൈംഗിക ദുരാചാരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാകുന്നു. സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് മേലുള്ള അമിത സമ്മർദ്ദം തിരിച്ചറിയുന്നതിൽ പലരും പരാജയപ്പെടുന്നു. പീഡനം റിപ്പോർട്ട് ചെയ്യാൻ പോലീസിനെ സമീപിക്കുന്ന സ്ത്രീകൾ കാര്യമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നിരവധി സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നു.
പ്രതികാരവും കൂടുതൽ ഉപദ്രവവും ഉണ്ടാകുമോ എന്ന ഭയം പലപ്പോഴും ഇരകളെ നീതി നടപ്പാക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും പരിഹരിക്കപ്പെടാതെയും അവശേഷിക്കുന്നു. എന്തൊക്കെയാണ് സിനിമ ഇതിൽ നടന്നുകൊണ്ടിരുന്നത്? സൈബർ പീഡനം സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് മാറിയിരിക്കുകയാണ്. ഓൺലൈൻ പീഡനം. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ സൈബർ ഭീഷണിക്കും പൊതുഭീഷണികളിൽ മാനഹാനിക്കും വിധേയരാകുന്നു. അശ്ലീല കമന്റുകൾ, ചിത്രങ്ങൾ, വീഡിയോകളും ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീ കലാകാരന്മാർക്ക് പലപ്പോഴും ബലാത്സംഗ ഭീഷണി, പുരുഷ ജനനേതൃത്വത്തിൽ ഫോട്ടോകളുടെ ഉൾപ്പെടെ വ്യക്തമായതും ഭീഷണിപ്പെടുത്തുന്നതുമായ സന്ദേശങ്ങൾ ലഭിക്കുന്നു. ഈ പ്രവൃത്തികൾ സിനിമാ മേഖലയിൽ സ്ത്രീകളെ അവഹേളിക്കാനും നിരാശപ്പെടുത്താനും ഭയപ്പെടുത്താനും ഉള്ളതാണ്. സൈബർ പീഡനം. ലൈംഗിക അതിക്രമങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ. ഇനി നിർദ്ദേശങ്ങളാണ് നമ്മൾ പറയുന്നത്. കമ്മിറ്റിയുടെ പരിശോധനയ്ക്കിടെ പോസ്റ്റ് നിയമപ്രകാരം ഒരു ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി ICC രൂപീകരിക്കുന്നത് സംബന്ധിച്ച് നിരവധി ശുപാർശകൾ നൽകിയിട്ടുണ്ട്. ലൈംഗിക അതിക്രമം പരാതികൾ പരിഹരിക്കാനും ICCയിൽ അമ്മയും ഫെഫ്കയും ഉൾപ്പെടെ വിവിധ സിനിമാ വ്യവസായ സംഘടനയുടെ പ്രതിനിധികൾ ഉൾപ്പെടുത്തുന്നതുമാണെന്ന് ദൃക്സാക്ഷികൾ നിർദ്ദേശിച്ചു. എന്നിരുന്നാലും ഒരു ICC സ്ഥാപിക്കാൻ ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശം ആവശ്യപ്പെട്ട് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് WCC ഒരു റിട്ട് പെറ്റീഷൻ, അത് റിട്ടേൺ പെറ്റീഷനാണ്, WP സിവിൽ നമ്പർ 3394/2018 ഫയൽ ചെയ്തിട്ടുണ്ട്. കമ്മിറ്റി മനസ്സിലാക്കി വിശാഖ കേസിലും പോസ്റ്റ് നിയമത്തിലും സുപ്രീം കോടതി നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങളെ അനുസൃതമായി ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ഒരു പരാതി സമിതി രൂപീകരിക്കാൻ അമ്മയ്ക്ക് നിയമപരമായ ബാധ്യതയുണ്ടെന്ന് ഹർജിയിൽ വാദിക്കുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഒരു പരാതി സമിതിയെ നിയോഗിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കേസ് പരിഗണിക്കുന്നതുവരെ റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്യണമെന്നും നടി രഞ്ജിയുടെ ആപ്പിൽ സിംഗിൾ ബെഞ്ച് തള്ളിയതിനെ തുടർന്ന് റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനിച്ചത് റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് നൽകുന്നതിന് മുമ്പ് പുനഃപരിശോധിക്കണമെന്ന് മുതിർന്ന നടന്റെ ഹർജി സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച തള്ളിയിരുന്നു. മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ പരിശോധിച്ച് ഹേമ കമ്മിറ്റിക്ക് റിട്ടേൺ കേരള ഹൈക്കോടതി ജസ്റ്റിസ് K. ഹേമയുടെ അധ്യക്ഷതയിൽ മുതിർന്ന നടി ശാരദ വിരമിച്ച IAS ഓഫീസർ KB വത്സലകുമാരി എന്നിവരടങ്ങുന്നതായിരുന്നു പരാതി കൊടുത്തിരുന്നത്. 2017 നടൻ ദിലീപ് ഉൾപ്പെട്ട നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷം മലയാള സിനിമയിലെ ലൈംഗിക അക്രമവും ലിംഗാസമ്മതവും പഠിക്കാൻ ഹേമ കമ്മിറ്റി രൂപീകരിച്ചു. 2019 റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും തന്ത്രപ്രധാനമായ വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും സംശയങ്ങൾക്കുന്നതിനാൽ സർക്കാർ വിശദാംശങ്ങൾ പുറത്തുവിട്ടില്ല. തമിഴ്, തെലുങ്ക്, മലയാള സിനിമകൾ പ്രവർത്തിച്ചിട്ടുള്ള നടിയെ 2017 ഫെബ്രുവരി 17 രാത്രി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയ പ്രതികളിൽ ചിലർ 2 മണിക്കൂറോളം കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായി ചില പ്രതികൾ ചിത്രീകരിച്ചു. കേസിൽ 10 പ്രതികളാണുള്ളത്. കേസിലെ 8ാം പ്രതിയെ ദിലീപും അറസ്റ്റിലായി. ജയിലിൽ കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് വിട്ടുവീഴ്ച കേസ് നിലവിലുണ്ട്. ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ പോലും മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മുമ്പ് വായിച്ചതിലും കുറച്ച് കൂടുതൽ ഈ റിപ്പോർട്ടൊക്കെ ഇപ്പം നടന്നതിനെയൊക്കെ മുമ്പ് നടന്ന, അതായത് ഇത് പരാതി കൊടുക്കുന്ന ആ ഒരു ദിവസം ഓഗസ്റ്റ് 19 നമ്മൾ ഈ കേസിൻ്റെ അപ്ഡേഷൻ തുടങ്ങിയത്. ഇത്
ഇത് പത്രമാധ്യമങ്ങളിൽ മീഡിയയിൽ പബ്ലിഷായത്. മനോരമ ന്യൂസ് വഴി ഇത് ജനങ്ങളിലേക്ക് എത്തി. അപ്പോൾ ഇത്രയും സന്ദർഭങ്ങളിലും ദിലീപ് ഉൾപ്പെട്ട കേസുകളിൽ പെട്ടതായതുകൊണ്ട് ചൂഷണം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷനും ഉണ്ടാവുമെന്നതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും വലിയ വിവാദം, ഇത്രയും വലിയ ചൂഷണം, ഇത്രയും വലിയ വിരുദ്ധമായ അപകീർത്തികൾ, മനസാക്ഷിയെ നടുക്കുന്ന ജനങ്ങൾ ഒരിക്കലും ഇതുപോലുള്ള ഒരു കേസിനെ അംഗീകരിക്കുകയോ ഇതുപോലുള്ള അവസ്ഥയെ കൂടെ നിൽക്കുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ അതിൻ്റെ പ്രതിഷേധമാണ്. അപ്പോൾ നമ്മളല്ല, കേരളത്തിലെ ജനതയല്ല, നിങ്ങളുടെ സിനിമ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ടാക്സും പണവും അടക്കാനും നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കാനും മാത്രമാണ് ജനങ്ങൾ. പക്ഷെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നും പൗരനെന്ന നിലയിൽ ഒരവകാശവും സിനിമയിൽ നിന്ന് പോലും രാഷ്ട്രീയത്തിൽ നിന്ന് പോലും കിട്ടാറില്ല എന്നത് ഇത് സത്യമായ ഒരു കാര്യം. ഇത്രയും വലിയ ലിസ്റ്റുണ്ട് ഈ റിപ്പോർട്ടിൽ. എത്ര സെക്ഷനുകളാണ്. സുപ്രീം കോടതി വരെ ഇതിന് നിൽക്കുന്ന കാര്യമാണ്. എന്നിട്ടല്ലേ സുരേഷ് ഗോപി എനിക്കൊന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളോട് എതിർത്ത് സംസാരിച്ചത്, എനിക്കൊന്നും പറയാൻ മനസ്സില്ല എന്ന് പറയുന്നത്. എന്തൊരു ഹീനമായ പ്രവൃത്തിയായിരുന്നു സിനിമാക്കാരിൽ നിന്നുണ്ടായത്. മറ്റു കലാകാരന്മാർക്കും മറ്റ് ഇൻഡസ്ട്രിക്കും ഇത് നാണക്കേടുണ്ടാക്കുന്നതാണ്, നാണക്കേട് വരുത്തിയിരിക്കുകയാണ്. ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, ലോകത്തിലുള്ള ജനകോടികൾക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. കാരണം ഇത്രയും വലിയ ഹീനമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നുണ്ട്. തുല്യത എന്താണ്? തുല്യമായതൊന്നും ഇവിടെ ആരും നേടിക്കൊടുക്കുന്നില്ല. ആർക്കും ഇവിടെ തുല്യതയൊന്നും കിട്ടുന്നില്ല. ആരും ഇവിടെ തുല്യമായൊന്നും, എല്ലാവരും ഒരുപോലെ തന്നെ ജീവിച്ചു പോകുന്നുമില്ല. പലർക്കും പല പ്രതിസന്ധികളുണ്ട്. എങ്കിലും അവരൊക്കെ നടപടികൾ എടുക്കാനും കേസെടുക്കാനും അവർ പേടിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള അവരെ ആശങ്കക്കുൾപ്പെടുത്തുന്ന ചില അക്രമങ്ങളെ ഭയന്ന് തന്നെയാണ്. ഭയം മനുഷ്യന്റെ മറ്റൊരു ഇതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മലയാള ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുക്കാൻ ഈ ഒറ്റ റിപ്പോർട്ട് മതി. എക്കാലത്തും ഇത് മായത്തില്ല. പക്ഷേ നിങ്ങൾ ഈ പിരിച്ചുവിട്ട് ഗ്രൂപ്പ് മൊത്തം വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ തീർന്നു എന്നാണ്. മമ്മൂട്ടി, മോഹൻലാൽ എന്ന പല നടന്മാർ ഈ നാട്ടിലുണ്ടായിട്ട് ഒരു പൃഥ്വിരാജ് സുകുമാരൻ മാത്രമാണ് ഇതിനു വേണ്ടി റിയാക്ട് ചെയ്തത്. പിന്നെ ബാക്കി പല മനുഷ്യരും, ജനങ്ങളും, ബാക്കി ആർക്കും ഇതിനെക്കുറിച്ചൊരു കൃത്യമായ എവിഡൻസ് നൽകപ്പെടാൻ കഴിയില്ല. അന്വേഷണങ്ങൾ ആരംഭിക്കും, അന്വേഷണങ്ങൾ തുടരുമായിരിക്കും. പക്ഷേ സത്യസന്ധമായ റിപ്പോർട്ടുകൾ എത്തുന്നതുവരെ ജനങ്ങൾ, പ്രേക്ഷകർ വീട്ടിയാവും. ആ മഹാദുരന്തത്തെ ഓർക്കാൻ ഇതൊക്കെ കാരണം. ആ മഹാദുരന്തത്തെ മറന്നുകളയാൻ ഇതൊക്കെ കാരണമാകും. ജീവിതത്തിൻ്റെ ഒരു ആയുസ് നിങ്ങളുടെ കലാകാരന്മാരുടെ പുഴിമുഖം വലിച്ച് ചീന്തിയിരിക്കുക പൊതുസമൂഹം. ലജ്ജയാക്കപ്പെട്ട നാണക്കേട് കൊണ്ട് ഫെയിമെന്ന് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ ഒരു ഫെയിം മനുഷ്യന് ആവശ്യമാണ്. പക്ഷേ സത്യസന്ധമായ നിലപാടുകൾ, സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന അതിനു വേണ്ടിയും ജനങ്ങൾക്ക് ഇത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ എന്താണ് ഈ ലൈംഗിക ദാരിദ്ര്യം ഇത്ര ചൂഷണപ്പെടാൻ
നമ്മുടെ കേരളത്തിൽ ഇത്ര? മറ്റ് നാട്ടിൽ, മറ്റ് ഇൻഡസ്ട്രിയിൽ ഇല്ലാത്തത് ഈ കേരളത്തിൽ മാത്രം ഇത്ര അധപ്പതിച്ചു പോയത്. ദിലീപ് എന്ന തലവൻ, അതായത് മാഫിയ തലവൻ ഉണ്ടെന്ന് ദിലീപാണോ ഇപ്പോൾ മലയാള സിനിമയെ ഇത്രയും നാളും നയിച്ചത്? എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വാർത്ത ആയിരിക്കാം. പക്ഷേ ഇപ്പം എന്തായി? ചിന്നിച്ചിതലമായി മലയാള സിനിമ. ഇപ്പോൾ ആർപ്പും ഇതൊക്കെയാണ്. ചീന മുട്ടയേറിയലും കീറലും മെഴുകുതിരി പോലെ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന അവസ്ഥയിൽ പോലും കേരള സമൂഹത്ത് മലയാള സിനിമയെ കാണപ്പെടുന്നത് ഇങ്ങനെയാണ്. ഇനി ഇത്തിരി മനുഷ്യർ തിയേറ്ററിലും സിനിമ കാണാനും പോകാൻ ഇത്തിരി മടിക്കും. മൈ ഒപ്പീനിയൻ. സത്യമല്ലേ നമ്മൾ പറയുന്നത്? ഇൻഫ്ലുവൻസർ ആയാലും സോഷ്യൽ മീഡിയറായാലും നമ്മൾ ആരെയും അകറ്റാനൊന്നും നിൽക്കാറില്ല. നല്ലതുണ്ടെങ്കിൽ നല്ലതായാലും മോശമായാൽ മോശമെന്നും പറയണമെന്നാണ് ഒരു സോഷ്യലായ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അത് രണ്ടും ഉണ്ടെങ്കിലേ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റും. തുറന്നു പറച്ചൽ എന്നും ഒരു വിവാദമാവാറുണ്ട്. പക്ഷെ അത് ഒളിപ്പിക്കുന്നതിലൂടെയും അതിനേക്കാളും വലിയ വിവാദമാവാറുണ്ട്. നമുക്ക് ചേർത്ത് പിടിക്കണം, ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റണം. അങ്ങനെ ആയിരിക്കണം അമ്മ സംഘടന ചെയ്യേണ്ടത്. ഇപ്പം ആണുങ്ങൾക്കും ചൂഷണം, പെണ്ണുങ്ങൾക്കും ചൂഷണം. ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സിനും ആർക്കാണ് ഇപ്പം ചൂഷണമില്ലാത്തത്? ചൂഷണം ഇല്ല എന്ന് പറയാൻ എനിക്ക് കഴിയില്ല കേരളത്തിൽ. ഇനി അതും ഇതൊന്നും വലിയ കാര്യമല്ല. പക്ഷെ ഇതൊക്കെ എന്തിനു വേണ്ടി സിനിമാ മേഖലയിൽ ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത അനാവശ്യങ്ങൾ വരുത്തി വെക്കുന്നു. രഞ്ജിത്ത് സംവിധായകനെ കുറിച്ച് എന്തൊക്കെ വിവാദങ്ങളാണ് ഇപ്പൊ കേട്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവർക്കൊന്നും തിരിച്ചു പറയാനുമില്ല. ഒളിച്ചോട്ടമാണ്. ഇപ്പൊ WCC അംഗവും വലിയ കാര്യമായിട്ടൊന്നും അതിനെക്കുറിച്ച് ഇപ്പം ഇത് വെളിപ്പെടുത്തണോ എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങി. പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും പൂട്ടുപോകാൻ പോവാ. എല്ലാവർക്കും പൂട്ടും ഒരവസ്ഥ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കും ഇങ്ങനെ ആളിക്കത്തിക്കും. മനുഷ്യനെല്ലാം വേണം. എല്ലാ കാര്യത്തിനും ഒത്തുപോകുമ്പോഴാണ് മനുഷ്യന് അവിടെയും ഇവിടെയും എത്തിപ്പെടാൻ പറ്റും. ജനങ്ങളുടെ 2 കണ്ണുകളായിരിക്കണം സോഷ്യൽ മീഡിയ എന്ന് പറയാറുണ്ട്. അത്രയേ ഉള്ളൂ. കണ്ണുണ്ടായാൽ പോരാ, നല്ലത് കാണണം. ചെവിയുണ്ടായാൽ പോരാ, നല്ലത് കേൾക്കണം. അതാണ് നമ്മളെ പഠിപ്പിച്ചത്. അപ്പം അതൊക്കെ മനസ്സിലാക്കാത്ത ഒരു സിനിമ പ്രവർത്തകരായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നതാണ് എനിക്കറിയേണ്ടത്. നമുക്ക് മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ ഫോർ